നമ്മോടൊപ്പം ഈ എക്സലോജിക്സ് സൊല്യൂഷൻസിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച് ആദ്യം തൊട്ടേ നിയമപോരാട്ടം നടത്തിയിരുന്ന ഷോൺ ജോർജ് നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED എത്തിയിരിക്കുകയാണ്. ഇത് കുറച്ചു താമസിച്ചു പോയെന്നാണോ, എങ്ങനെയാണ് കാണുന്നത്? അല്ല, അങ്ങനെയല്ല. ഇതിന് ഞാൻ പറയില്ല, താമസിച്ചു പോയി ശരിയാണ്, പക്ഷേ അത് താമസിപ്പിച്ചതാണ്. അത് ആരും പർപ്പസ്ഫുള്ളി അല്ല. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് കേരള ഹൈക്കോടതിയിൽ 3 കേസ്, മദ്രാസ് ഹൈക്കോടതി 1 കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതി 2 കേസ്, ഡൽഹി ഹൈക്കോടതി 3 കേസ്. ഇത്രയും കേസുകളാണ് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രം ഇവർ നടത്തിയിട്ടുള്ളത്. അതിൽ പകുതി സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ചെയ്തു, ബാക്കി മറ്റ് കമ്പനിയും ഇവരും വ്യക്തിപരമായി ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ അഭിഭാഷകരും കേരള ഹൈക്കോടതിയിൽ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇവിടം വരെ എത്താൻ കഴിഞ്ഞൊരു ഭാഗ്യമായി കരുതുന്നു. തുടർന്ന് അങ്ങോട്ട് EDയുടെ എൻട്രിയോടുകൂടി വളരെ കൃത്യമായി പിണറായി വിജയൻ ഇതിനകത്ത് പ്രതിയാവും. കാരണം SFI എൻക്വയറിയുടെ ഭാഗമായി SFIയുടെ എൻക്വയറിക്ക് ശേഷം വീണ വിജയൻ മുഖ്യപ്രതിയാണ് എന്നുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുറ്റപത്രത്തിൽ ഇവിടെ അനധികൃത സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്നും PMLA ആക്ട് പ്രകാരം ED അന്വേഷിക്കേണ്ട കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഇനി ED വരുമ്പോൾ മാത്രമാണ് എന്തിന് വീണ വിജയൻ ഈ പണം കൈപ്പറ്റി, ഒരു സേവനം നൽകിയിട്ടില്ല, അത് ആർക്ക് വേണ്ടിയാണ്, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും EDയുടെ എൻട്രി ആവശ്യമായിരുന്നു. അത് ഇന്നുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. പ്രതിപക്ഷത്തുള്ള മറ്റു ചിലരും ഈ ഇടപാടുകളിലുണ്ട്, അല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. പ്രതിപക്ഷത്ത് മാത്രം പറയണ്ട, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഉള്ള പലരുണ്ട്. ഇപ്പോൾ PV മാത്രമല്ലേ ഇപ്പം പുറത്തു വന്നിട്ടുള്ളൂ, എത്രയോ ആളുകൾ ഇനി വരാനുണ്ട്. അത് തന്നെയാണ് ചോദ്യം, എന്തുകൊണ്ട് ഇപ്പോഴും പിണറായി വിജയനെ അല്ലെങ്കിൽ വീണ വിജയനെ മാത്രം? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, SFI എൻക്വയറി പൂർത്തീകരിച്ചു, കമ്പനി ലോ പ്രകാരം വീണ കുറ്റം ചെയ്തു എന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ED എൻക്വയറിയിലിട്ട് വരണം. അത് സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം നടക്കും. അഴിമതിയെ സംബന്ധിച്ച് വീണ്ടും അന്വേഷണം നടത്താൻ CBI എൻക്വയറി ആവശ്യമാണ്. ആ CBI എൻക്വയറിയിലിട്ട് പോയാലേ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ നടത്തിയിട്ടുള്ള, ഇവരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള കേരളത്തിലെ 2 ഭാഗത്തും ഏതൊക്കെ ഭാഗത്തും ആളുകൾ 2 ഭാഗത്തുള്ള ആരൊക്കെ ഉണ്ടെന്നുള്ളതും അവരുടെ ലിസ്റ്റ് കോടതി എനിക്ക് തരാൻ വേണ്ടി ഉത്തരവിട്ടതാണ്. പക്ഷേ ആ ലിസ്റ്റ് തരാൻ വേണ്ടി ഉത്തരവിട്ട് കൈമാറുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി സ്റ്റേ മേടിച്ചു. അപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓഫീസ് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം വരും, ചെറിയ ലേറ്റായിട്ട് വന്നാലും നന്നായി വരുമെന്ന് എൻ്റെ വിശ്വാസം. ഇപ്പോഴും CPM ആരോപിക്കുന്നത് ഇത് EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ്. അവരിപ്പോഴും ഇന്ന് രാവിലെയും ഉള്ള പ്രതികരണങ്ങൾ അത്തരത്തിലാണ് നേതാക്കളുടെ ഭാഗത്ത്. അത് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമല്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് കൊള്ളാം. ഇപ്പോൾ ഇത്രയും കാലം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. UDF ഭരണത്തിൽ വന്നപ്പം കോൺഗ്രസ്സിന് അത് പറയാനില്ല, CPMന് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം പറയുന്നത് ഇതൊന്നും കാണിച്ച് CPMനെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. നമുക്കൊരു കാര്യമേ പറയാനുള്ളൂ, കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എങ്കിൽ, കുറ്റക്കാരനല്ലെങ്കിൽ പിണറായി വിജയൻ പേടിക്കേണ്ട. പക്ഷേ കുറ്റക്കാരനാണെങ്കിൽ പിണറായി വിജയൻ പേടിച്ചേ മതിയാവും. അതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും ഈ നിയമപോരാട്ടങ്ങൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ട് പോകും. ഇത് ഇനിയും ദൂരം പോകാനുണ്ട്. ഈ വിഷയം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മഞ്ഞുമലയുടെ ഒരു സൈഡിലായിട്ടുള്ളൂ. ഇനി ദീർഘദൂരം ഇത് പോകാനുണ്ട്. അത് അങ്ങേറ്റം വരെ കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും അതുതന്നെയാണ്. EDയുടെ ഒരു അന്വേഷണം കുറച്ചുകൂടെ മുന്നേ എത്തേണ്ടതായിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിൽ പലതരത്തിൽ അതിന് തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPMും പിണറായി വിജയനും ഒക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. എക്സലോജിക് കമ്പനിയൊക്കെ ഇതിനെ നിയമപരമായി നേരിട്ട് പോയ ഒരു സാഹചര്യത്തിൽ നിയമ നടപടിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാലതാമസം മാത്രമാണ് ഉണ്ടായത്. ഏതായാലും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് കണ്ടിരിക്കുന്നത്.